നമസ്കാരം, യമുനാസ് ഫിസിക്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്നുള്ള രണ്ട് വാക്കുകൾ പരിചയപ്പെട്ടിരുന്നു ഇല്ലേ? പിന്നെ കുറച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. എന്തൊക്കെയായിരുന്നു ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്? ഉദാഹരണം ലെങ്ത്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറണ്ട്, തെർമോഡൈനാമിക് ടെമ്പറേച്ചർ, ലൂമിനസ് ഇൻറ്റൻസിറ്റി, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. ഈ വാക്കുകളൊക്കെ കേട്ടിരുന്നു. ഇതിനെന്തായിരുന്നു നമ്മൾ പേര് പറഞ്ഞിരുന്നത്? ഓർമ്മയുണ്ടോ? ബേസ് ക്വാണ്ടിറ്റീസ്. എന്താണ് പേര് പറഞ്ഞിരുന്നത്? ബേസ് ക്വാണ്ടിറ്റീസ്. ഇവരുടെ പേരെന്താ? ബേസ് ക്വാണ്ടിറ്റീസ്. അല്ല എങ്കിൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. രണ്ട് പേരുണ്ട്. എന്തൊക്കെയായിരുന്നു? ബേസ് ക്വാണ്ടിറ്റീസ്, ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. ഇനി നമുക്ക് സാധാരണ ഒരു ക്വാണ്ടിറ്റി, ഇപ്പം മാസ് എന്നൊരു ക്വാണ്ടിറ്റി നമുക്കറിയാമെങ്കിൽ നമുക്കതിൻ്റെ യൂണിറ്റ് പലതരത്തിൽ, കിലോഗ്രാം എന്നെഴുതാം, ഗ്രാം എന്നെഴുതാം, മില്ലിഗ്രാം എന്നെഴുതാം. ഇങ്ങനെയൊക്കെ നമുക്ക് എഴുതാം അല്ലേ? അറിഞ്ഞൂടെ? അതൊക്കെ നമുക്ക് എഴുതാം. അതുപോലെ തന്നെ നമുക്ക് ലെങ്ത് ഉണ്ടെങ്കിൽ ലെങ്ത്തിന് നമുക്ക് എന്തൊക്കെ എഴുതാം? മീറ്റർ എഴുതാം, കിലോമീറ്റർ എഴുതാം. ഇതൊക്കെ നമുക്കതിൻ്റെ യൂണിറ്റ്സ് ആണ് അല്ലേ? അതിനൊക്കെ എന്താ പേര് പറയുക? യൂണിറ്റ്. പക്ഷേ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് പുതിയൊരു പദമാണ്, ഡയമെൻഷൻ. എന്താണ് ആ വാക്ക്? ഡയമെൻഷൻ. 7 ക്വാണ്ടിറ്റിക്കും എന്തുണ്ട്? 7 ഡയമെൻഷനുണ്ട്. ആ ഡയമെൻഷൻ നമ്മൾ രൂപപ്പെടുത്തുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ സ്ക്വയർ ബ്രാക്കറ്റിലാണ്. എപ്പോഴും ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് എന്തെങ്കിലും എഴുതിയാൽ അതിൻ്റെ ഡയമെൻഷനാണെന്നർത്ഥം. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സാണ് നമ്മൾ പൊതുവെ ഉപയോഗിക്കുക. ഇങ്ങനെ എഴുതിയാൽ ഇതിൻ്റെ അർത്ഥം ഇങ്ങനെ എഴുതുന്നതിൻ്റെ അർത്ഥം ഡയമെൻഷൻ ഓഫ് മാസ്. എന്താണ് അതിൻ്റെ അർത്ഥം? ഡയമെൻഷൻ ഓഫ് മാസ്. അപ്പോൾ എന്താ എഴുതിയിരിക്കുന്നത്? ഓൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഫിസിക്സിൽ നമ്മൾ മെഷർ ചെയ്യുന്ന ക്വാണ്ടിറ്റീസിനെല്ലാം പറയുന്ന പേരാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഓൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് റെപ്രസെൻറ്റഡ്. അവരെങ്ങനെയൊക്കെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തത്? ഒന്ന് ഡിറൈവ്ഡ് യൂണിറ്റ്സും മറ്റൊന്ന് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സുമായിട്ടാണ്. നമ്മൾ 2 തരത്തിൽ എഴുതി. അത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയാമോ? ഡിറൈവ്ഡും ഫണ്ടമെൻ്റലും തമ്മിലുള്ള വ്യത്യാസം ഒരു ഉദാഹരണം പറഞ്ഞാൽ വേഗം മനസ്സിലാവും. ഇപ്പം നമുക്കറിയാം വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. വെലോസിറ്റിയെ നമ്മളെങ്ങനെ എഴുതാം? ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പോൾ ഡിസ്റ്റൻസിന് നമ്മൾ സാധാരണഗതിയിൽ മീറ്റർ, ടൈമിന് സെക്കൻഡ് അല്ലേ? അപ്പോൾ മീറ്റർ പെർ സെക്കൻഡാണ് അതിൻ്റെ യൂണിറ്റ്. ഇത് യൂണിറ്റാണ് ആണല്ലോ. അപ്പോൾ ഇതുപോലെ തന്നെ ഈ യൂണിറ്റ് എഴുതുന്നത് പോലെ തന്നെ നമ്മൾ എഴുതുന്ന ഒരു പണിയാണ് ഇതേപോലെ. അപ്പോൾ നമ്മൾ വെലോസിറ്റിയെ എഴുതാൻ ആരൊക്കെ വേണ്ടി വന്നു? ഡിസ്റ്റൻസും വേണം, ടൈമും വേണം. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ദൂരമാണ്, ടൈം എന്ന് പറയുന്നത് ടൈമാണ്. അപ്പോൾ ഇത് രണ്ടും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ആളുകളാണ്, അതായത് ബേസ് ആയിട്ടുള്ള ആളുകളാണ്. ഇനി ഡിസ്റ്റൻസിനെ നമുക്ക് ചുരുക്കി എഴുതാൻ പറ്റത്തില്ല, ഡിസ്റ്റൻസിനെ മറ്റെന്തെങ്കിലും ചേർത്ത് എഴുതാൻ പറ്റത്തില്ല, ടൈം അങ്ങനെ എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ ഇവരെ ഉപയോഗിച്ച് വേറെ പുതിയ ആളുകളെ ഡിറൈവ് ചെയ്യുന്നു. അതാണ് ഈ വാക്ക് ഡിറൈവ്ഡ് യൂണിറ്റ്. ഇവരെങ്ങനെയാണ്? കോമ്പിനേഷൻ ഓഫ്. അപ്പോൾ ഡിറൈവ് ചെയ്ത ആളാരാ? അപ്പം ഞാൻ ഡിറൈവ് ചെയ്ത ആളാരാ? ഡിറൈവ് ചെയ്ത ആൾ വെലോസിറ്റി. ഡിറൈവ്ഡ് ആരാണ്? വെലോസിറ്റി. ഇനി ഫണ്ടമെൻ്റൽ ആരായിരുന്നു? ഡിസ്റ്റൻസും ടൈമും. അപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു? വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഇതായിരുന്നു അവർ തമ്മിലുള്ള ബന്ധം അല്ലേ? അപ്പോൾ വെലോസിറ്റി എന്നുള്ള ഡിറൈവ്ഡ് യൂണിറ്റിനെ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ആരെ ഉപയോഗിച്ച് എക്സ്പ്രസ് ചെയ്തത്? 7 ഫണ്ടമെൻ്റൽ, 7 ഫണ്ടമെൻ്റൽ ആരെ വേണേലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ എന്ത് എടുത്തിട്ടുള്ളൂ? ലെങ്ത്തും എടുത്തു, ടൈമും ഉപയോഗിച്ചു. എനിക്കിവരെ രണ്ടുപേരെയും മതിയായിരുന്നു, ലെങ്ത്തും ടൈമും മതിയായിരുന്നു വെലോസിറ്റി കിട്ടാൻ. ഇങ്ങനെ ഓരോരുത്തരെയും ഇതിപ്പം വെലോസിറ്റി ഞാൻ എഴുതി. ഇതുപോലെ എനിക്ക് ആക്സിലറേഷൻ എഴുതണം എന്ന് വെച്ചോ. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ബൈ ടൈമാണ്. അപ്പോൾ വെലോസിറ്റിക്ക് ആരെയൊക്കെ ഉപയോഗിച്ചു? ലെങ്ത്തും ടൈമും. അതുപോലെ തന്നെ ആക്സിലറേഷൻ ഇവരെ രണ്ടുപേരെയും മതി. ഇങ്ങനെ വെലോസിറ്റി, ആക്സിലറേഷൻ, ഫോഴ്സ്, പ്രഷർ ഇവയെല്ലാം ഡിറൈവ്ഡ് ആണ്. ആ ഡിറൈവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന
ആളുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബേസ് ക്വാണ്ടിറ്റീസ്. അപ്പോൾ ഇവർക്കെല്ലാവർക്കും 7 ക്വാണ്ടിറ്റീസ്, ഈ 7 പേർക്കും ഡയമെൻഷനും ഉണ്ട്. എന്താണ് ഡയമെൻഷൻ? അപ്പോൾ ഡയമെൻഷൻ നമ്മൾ തുടർന്ന് പഠിക്കുമ്പോൾ കൂടുതൽ മനസ്സിലാവും. ശ്രദ്ധിക്കേണ്ടത് ഒരു സ്ക്വയർ ബ്രാക്കറ്റ്, എപ്പോഴും നമ്മളൊരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് എഴുതുക. എന്ത് വേണമെങ്കിലും നമുക്ക് എഴുതാം. സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് എഴുതുമ്പോൾ അതിൻ്റെ അർത്ഥം ഡയമെൻഷൻ ഓഫ്, ഇങ്ങനെ എഴുതിയാൽ അതിൻ്റെ അർത്ഥം, ഈ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അർത്ഥം ഡിനോട്ട് ചെയ്യുന്നത് ഡയമെൻഷനാണ്. അപ്പോൾ വെറുതെ എം എന്ന് എഴുതിയാൽ മാസം നമ്മൾ ഉദ്ദേശിക്കുക, എം എന്ന് മാത്രം എഴുതിയ. പക്ഷേ മാസ് എമ്മിന് നമ്മൾ മാസ് എം എന്നെഴുതാം. അത് നമ്മൾ ഡയമെൻഷനല്ല. ഡയമെൻഷൻ നമുക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ എന്താണോ ക്വാണ്ടിറ്റി, ഫോർ എക്സാമ്പിൾ വെലോസിറ്റിയുടെ ഡയമെൻഷനാണ് എന്ന് മനസ്സിലാക്കാൻ ഇങ്ങനെ എഴുതുക. ഇതിൻ്റെ അർത്ഥം ഡയമെൻഷൻ ഓഫ് വെലോസിറ്റി എന്നാണ് അർത്ഥം. വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്താണ്? അടുത്തത് ഫോഴ്സ്, സ്ക്വയർ ബ്രാക്കറ്റിലിട്ടാൽ ഡയമെൻഷൻ ഓഫ് ഫോഴ്സ് എന്നർത്ഥം. എന്താ ഇതിൻ്റെ അർത്ഥം? ഡയമെൻഷൻ ഓഫ് ഫോഴ്സ്, ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എന്നർത്ഥം. മനസ്സിലായോ? അതുപോലെ എന്തും നമുക്ക് എഴുതാം. ഇനി പ്രഷറിന് പി എന്നാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് വെച്ചോ. അപ്പോൾ പി ഇൻ സ്ക്വയർ ബ്രാക്കറ്റ്സ് കണ്ടാൽ ഇതിൻ്റെ അർത്ഥം എന്താ? ഡയമെൻഷൻ ഓഫ് പ്രഷർ. ഇങ്ങനെ ഈ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ റെപ്രസെൻ്റ് ചെയ്താൽ, എന്ത് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിക്കോട്ടെ, വെലോസിറ്റി, ആക്സിലറേഷൻ, ഫോഴ്സ്, പ്രഷർ, ഡെൻസിറ്റി, എന്ത് വേണമെങ്കിലും നമുക്ക് സ്ക്വയർ ബ്രാക്കറ്റിൽ ഇട്ട് എഴുതാം. അപ്പോൾ ഈ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് എഴുതിയാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം ആ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷനാണ് നമ്മൾ പഠിച്ചത്, അല്ലെങ്കിൽ ആ ഡയമെൻഷൻ എന്താണ് എന്ന് സൂചിപ്പിക്കലാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ട് വാക്കേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഈ സ്ക്വയർ ബ്രാക്കറ്റ് എന്തിനാണ്? ഡയമെൻഷനെ കാണിക്കാൻ. കഴിഞ്ഞു, ഫിനിഷ്ഡ്. ഇനി ഇത്രയും നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങളില്ല. ഈ പറഞ്ഞ ഒന്നും നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങളില്ല. നമുക്ക് ആകെപ്പാടെ വേണ്ടത് എന്താണ്? ഇതൊന്നും നമുക്ക് ഇനി ഈ ടേം ഒന്നും വായിച്ച് സെൻറ്റൻസ് ഒന്നും കളയണ്ട. നമ്മുടെ മനസ്സിൽ ഇതിന് നോട്ട്സ് ഒന്നും പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ മനസ്സിലുണ്ടായിരുന്നാൽ മതി. ഡയമെൻഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ എഴുതലാണ്. ഇങ്ങനെയെന്ന് പറഞ്ഞാൽ ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ, മാസിൻ്റെ ഡയമെൻഷൻ, ടൈമിൻ്റെ ഡയമെൻഷൻ, ഇലക്ട്രിക് കറണ്ടിൻ്റെ ഡയമെൻഷൻ, ഈ രീതിയിലാണ് എഴുതേണ്ടത്. ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ എഴുതാൻ പറഞ്ഞാൽ എവിടെ എഴുതുമ്പോഴും നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിൽ ക്യാപിറ്റൽ എൽ എന്ന് കാണിക്കണം. അങ്ങനെ ഓരോന്നും ഈ രീതിയിലാണ് കാണിക്കേണ്ടത് എന്നാണ് നമുക്ക് അർത്ഥമാക്കുന്നത്. അതാണ് അവിടെ പറയുന്നുള്ളൂ, വേറെ ഒന്നും ഇവിടെ പറയുന്നില്ല. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? All physical quantities represented by derived units can be expressed in terms of combination of 7 fundamental or base quantities. These base quantities are called 7 dimensions of the physical world. These are denoted with square bracket. ഈ വലിയ സെൻറ്റൻസ് ഒന്നും കണ്ട് ബോധം കിടേണ്ട യാതൊരു കാര്യവും ഇല്ല. ഇത്ര മാത്രം. സ്ക്വയർ ബ്രാക്കറ്റ് കണ്ടാൽ ഡയമെൻഷനാണെന്ന് ഓർത്തോളണം. കിട്ടിയോ? ഇനി നോക്കൂ, ഒരു ഉദാഹരണം വന്നു കഴിയുമ്പോൾ ഇതെല്ലാം ക്ലിയർ ആവും. ഓൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ക്യാൻ ബി റിട്ടൺ ഇൻ ടേംസ് ഓഫ് ഡയമെൻഷൻ. ദീസ് ബേസ് ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ചിട്ടാണ് എഴുതുക. നോക്കൂ, ലെങ്ത്ത് ഒരു ദൂരമാണ്, ബ്രെഡ്ത്ത് ഒരു ദൂരമാണ്, വീണ്ടും ലെങ്ത്ത് ഒരു ദൂരമാണ്, വീണ്ടും ലെങ്ത്ത് ഒരു ദൂരമാണ്. അപ്പോൾ എൽ എന്ന് പറയുന്ന ദൂരം എന്ന് പറയുന്നത് ഒരു ബേസ് ക്വാണ്ടിറ്റിയാണ്, അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. പക്ഷേ ഏരിയ എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ അല്ല, ഇത് ഡിറൈവ്ഡ് ആണ്. ഏരിയ എന്താണ്? ഡിറൈവ്ഡ് ആണ്. ബ്രെഡ്ത്തും ലെങ്ത്തും ഒക്കെ നീളമാണ് അല്ലേ? നീളം എന്ന് പറയുന്നത് ഫണ്ടമെൻ്റലാണ്. അപ്പം മനസ്സിലാക്കണം, നീളം നമ്മൾ പറഞ്ഞിട്ടില്ലേ, 7 ഫണ്ടമെൻ്റൽ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 7 എണ്ണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫണ്ടമെൻ്റലായിട്ടുള്ള 7 പേരെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അവയെ ഉപയോഗിച്ച്, ഇപ്പം നീളത്തിനെ ഉപയോഗിച്ച്, ഇത് നീളം,
ലെങ്ത് ബ്രെഡ്ത്ത് എന്നുള്ളത് എന്തോ ആയിക്കൊള്ളട്ടെ, നമ്മൾ അളക്കുമ്പോൾ നമുക്ക് നീളമല്ലേ കിട്ടുക, ഇതും നീളം. അപ്പോൾ 2 നീളത്തിനെ ഗുണിക്കുന്നതാണ് ഏരിയ ആണല്ലോ. 2 നീളത്തിനെ ഗുണിക്കുന്നതാണ് ഏരിയ. അപ്പോൾ ഒരു നീളം ഇൻറ്റു അടുത്ത നീളം. പക്ഷേ ഓരോ നീളത്തിൻ്റെയും ഡയമെൻഷൻ എന്ന് കാണിക്കാൻ സ്ക്വയർ ബ്രാക്കറ്റിൽ ഇടണം നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ ഒരു നീളം ഇൻറ്റു അടുത്ത നീളം, 2 സ്ക്വയർ ബ്രാക്കറ്റായി. അപ്പോൾ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് എൽ സ്ക്വയർ എന്ന് എഴുതാം. ഇത് എൽ പവർ 1 എൽ പവർ 1. അപ്പോൾ എൽ പവർ 1 പ്ലസ് 1 അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത്? ഒരു ഐഡൻറ്റിറ്റി പഠിച്ചു കാണുമല്ലോ. എന്താ പഠിച്ചിരിക്കുന്നത്? എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഈക്വൽ ടു എ റേസ് ടു എം പ്ലസ് എൻ. പഠിച്ചിട്ടുണ്ടാവും. ഈ ഐഡൻറ്റിറ്റി ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ എഴുതുന്നത്. എന്താണ് അപ്പോൾ നമ്മൾ എഴുതുന്നത്? എല്ലിൻ്റെ പവർ 1 ആണ് ഇൻറ്റു അടുത്ത എല്ലിൻ്റെ പവർ വീണ്ടും 1 ആണ്. ഇത് രണ്ടും കൂടെ, ഇത് എ എം, ഇത് എൻ, ഇതിൻ്റെ സ്ഥാനത്ത് എ പവർ എം എ പവർ എൻ. അപ്പോൾ എ റേസ് ടു എം പ്ലസ് എൻ എന്ന് എഴുതണം. എങ്ങനെ എഴുതും? എൽ പവർ 1 പ്ലസ് 1. 1 പ്ലസ് 1 എന്താണ്? 2. അപ്പോൾ എൽ സ്ക്വയർ എന്നായി ഉത്തരം. അപ്പോൾ നോക്കൂ, ഏരിയയുടെ ഡയമെൻഷൻ എൽ സ്ക്വയർ. എന്താണ് ഏരിയയുടെ ഡയമെൻഷൻ? എൽ സ്ക്വയർ. മറക്കരുത്, നീളം ഗുണം നീളം, അതാണ് എൽ സ്ക്വയർ. ഇനി നോക്കൂ, ഏരിയ ഇവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാ? എം പവർ 0 എൽ പവർ 2 ടി പവർ 0 ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. എന്താ ഇതിൻ്റെ അർത്ഥം? എം പവർ 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 1 ആണ്. ടി പവർ 0 എന്ന് പറഞ്ഞാലും അതിൻ്റെ അർത്ഥം 1 ആണ്. എന്ന് വെച്ചാൽ ഏരിയയ്ക്ക് ആകപ്പാടെ ബന്ധം എല്ലുമായിട്ട് മാത്രമേ ഉള്ളൂ, വേറെ ആരുമായിട്ടും ഏരിയയ്ക്ക് ബന്ധം ഇല്ല. എന്താ അതിൻ്റെ അർത്ഥം? അപ്പോൾ നമ്മൾ സാധാരണ ഡയമെൻഷൻ എഴുതുമ്പോൾ നമ്മൾ എം എൽ ടി ആണ് കൂടുതൽ ഉപയോഗിക്കുക. അപ്പോൾ എമ്മിന് പവർ ഉണ്ടെങ്കിൽ, ഇപ്പോൾ 1 ആണെങ്കിൽ നമ്മൾ 1 എന്ന് എഴുതാറില്ല. അണ്ടർസ്റ്റുഡാണ്? എൽ ടി എഴുതിയ ഇതിൻ്റെയൊക്കെ അർത്ഥം എൽ പവർ 1 ടി പവർ 1 എന്നാണ്. ഇനി അതല്ല, അതിൻ്റെ പവർ 0 ആണെങ്കിൽ, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ നിർബന്ധമായും എൻ പവർ 0 എൽ പവർ 0 ടി പവർ 0 എന്ന് എഴുതണം. ഇനി വേറെ എന്തെങ്കിലും, ഇത് 3 പേരേ ആയിട്ടുള്ളൂ ഫണ്ടമെൻ്റൽ, ബാക്കി 4 പേരും കൂടെ ഉണ്ട്. അവരെ വരികയാണെങ്കിൽ അവരെയും കൂടെ ഇവിടെ എഴുതേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ഡയമെൻഷൻ്റെ ഒരു രീതി. ഒരു എക്സാമ്പിളാണ് നമ്മൾ കൊണ്ടുവന്നത്. ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള എക്സാമ്പിളാണ് ഏരിയ. അപ്പോൾ ഏരിയയുടെ ഡയമെൻഷൻ കണ്ടോ, സ്ക്വയർ ബ്രാക്കറ്റിൽ ഇട്ടേക്കുന്നുണ്ടോ? ഏരിയയുടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പോൾ കിട്ടിയത്? എന്താണ്? എം പവർ 0 എൽ പവർ 2 ടി പവർ 0. ഈ പവറാണ് നമുക്ക് വേണ്ട ആൾ. അപ്പോൾ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണ് എങ്ങോട്ട് തെറിച്ചു പോകണം? പവറിലേക്ക് പോകണം. ആരുടെ പവറിലേക്കാണ് പോകേണ്ടത്? ആരുടെ പവറിലേക്കാണ് പോകേണ്ടത്? എമ്മിൻ്റെയും എല്ലിൻ്റെയും ടിയുടെയും മറ്റ് 4 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. പ്രധാനമായിട്ട് നമുക്ക് കൂടുതൽ ഇവരെയാണ്, 99 ഇവരുടെ ആവശ്യമുള്ളൂ. മറ്റൊരു 4 പേരെ നമ്മൾ അപൂർവം ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രധാനമായിട്ടും എം എൽ ടിയുടെ പവർ എന്താണെന്ന് നോക്കണം. ആ പവറാണ് നമ്മളുടെ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ. കിട്ടിയല്ലോ? അപ്പോൾ എൽ സ്ക്വയർ ആണ് താരം. അപ്പം നമ്മൾ ഡയമെൻഷൻ നേരത്തെ ഏരിയയുടെ ഡയമെൻഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ഏരിയയുടെ എന്തായിരുന്നു? എൽ സ്ക്വയർ നമ്മൾ കണ്ടെത്തിയില്ലേ? എങ്ങനെയാണ് നമുക്ക് മനസ്സിലായല്ലോ. ആ എൽ സ്ക്വയർ എന്ന് നമ്മൾ പറയുന്നതിൻ്റെ ഒരു സ്ക്വയർ ഉണ്ടല്ലോ, ഈ 2 ഉണ്ടല്ലോ, ഈ 2ന് പറയുന്ന പേരാണ് ഡയമെൻഷൻ. അപ്പോൾ എന്താ ഡയമെൻഷൻ നോക്കിയേ, ഇനി ഒന്ന് വായിച്ചു നോക്കിയേ. ഡയമെൻഷൻ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണ്? പവർ. അതാ ഞാൻ പറഞ്ഞ ആരാണ് താരം? എൽ സ്ക്വയറിൻ്റെ സ്ക്വയറാണ് താരം. പവർ ടു വിച്ച് ദ ബേസ് ക്വാണ്ടിറ്റീസ് ആർ റേസ്ഡ്. റേസ്ഡ് എന്നല്ലേ പറയുക? എൽ റേസ്ഡ് 2 എന്നല്ലേ പറയുക? അങ്ങനെ പറയാറില്ലേ? എൽ സ്ക്വയർ എന്ന് പറയാറുണ്ട്. എ റേസ് ടു എം എന്നല്ലേ പറയുക? എ റേസ് ടു എൻ. അപ്പോൾ എ അല്ല താരം, ഈ റേസ് ചെയ്ത് ഈ പവറാണ് താരം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് പറഞ്ഞത്? ദ ഡയമെൻഷൻ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്, ഇത് അതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ. ആരെങ്കിലും ചോദിക്കുകയാണ് എന്താണ് ഡയമെൻഷൻ എന്ന് ചോദിച്ചാൽ അതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. എന്താണ് ഈ സ്റ്റേറ്റ്മെൻറ്റ്? സ്റ്റേറ്റ് ഓർ വാട്ട് ഈസ് ഡയമെൻഷൻ എന്നൊരാൾ ചോദിച്ചാൽ അതിൻ്റെ ഡെഫിനിഷനാണിത്. ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. ഇതാണ് ഡെഫിനിഷൻ. ഡിഫൈൻ ഡയമെൻഷൻ ചോദിച്ചാൽ ഇതാണ്. എന്താണ് ഡെഫിനിഷൻ?
എന്താണ് ഡെഫിനിഷൻ? ദ ഡയമെൻഷൻ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആർ ദ പവേഴ്സ് ടു വിച്ച് ബേസ് ക്വാണ്ടിറ്റീസ് ആർ റേസ്ഡ് ടു റെപ്രസെൻറ്റ് ദാറ്റ് ക്വാണ്ടിറ്റി. ഏത് ക്വാണ്ടിറ്റി? ഇപ്പം പറഞ്ഞതല്ലേ ഉള്ളൂ. ദാറ്റ് ക്വാണ്ടിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഏരിയ. എക്സാമ്പിൾ, ഏരിയയുടെ ഡയമെൻഷൻ ഉണ്ടാക്കാൻ ഞാൻ എല്ലിനെ 2 തവണ ഗുണിച്ചു എന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം. എന്താ ഇത് പറഞ്ഞതിൻ്റെ അർത്ഥം? ഏരിയ എന്നുള്ള ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയെ എഴുതാൻ 2 പ്രാവശ്യം ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയായ ലെങ്ത് ഗുണിച്ചു എന്ന് വെച്ചാൽ ഡയമെൻഷൻ ഓഫ് ഏരിയ ഈക്വൽ ടു എന്തെന്ന് കിട്ടി? ഡയമെൻഷൻ ഓഫ് ഏരിയ എന്താണെന്നാണ് കിട്ടിയേ? സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതണ്ടേ? L². അത്രമാത്രം. അതാണ് പറഞ്ഞത്. അപ്പോൾ അത് ആലോചിച്ചാൽ മതി. അപ്പോൾ ഡയമെൻഷൻ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഏരിയ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. അത് കിട്ടാൻ എന്താ ചെയ്തത്? പവർ ഓഫ് സം ക്വാണ്ടിറ്റി. ഏത് ക്വാണ്ടിറ്റി? ലെങ്ത്. അതാണ് അതിൻ്റെ എക്സാമ്പിൾ. അടുത്തതൊരെണ്ണം കൂടെ ചെയ്താൽ കുറച്ചും കൂടെ ക്ലിയർ ആവും. വോളിയം. വോളിയം എന്ന് പറഞ്ഞാൽ LBH എന്നാണ് നമ്മൾ സാധാരണ പറയുക. ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്. പക്ഷേ ലെങ്ത് ആവട്ടെ, ബ്രെഡ്ത്ത് ആവട്ടെ, ഹൈറ്റ് ആവട്ടെ, എല്ലാവരും എത്തി നിൽക്കുക നീളത്തിലേക്കല്ലേ? നീളം കാണിക്കാനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു, നീളത്തിൻ്റെ ഡയമെൻഷൻ എങ്ങനെ കാണിക്കണം? ഇങ്ങനെ കാണിക്കണം. ലെങ്ത് ക്യാപിറ്റൽ എല്ലായിട്ട് കാണിക്കണം. അപ്പോൾ എത്ര എല്ല് ഇവിടെ വേണം? 1 L. എന്തിനാണ്? ലെങ്ത്തിനും ബ്രെഡ്ത്തിനും ഹൈറ്റിനും. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? വോളിയത്തിൻ്റെ ഡയമെൻഷൻ എത്ര കിട്ടി? L3. മനസ്സിലായോ? എന്താണ് ഡയമെൻഷൻ എന്നുള്ള ഒരു ചെറിയ ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. നമുക്കിനിയും ഈ ഐഡിയ ഉണ്ടെങ്കിൽ ഡയമെൻഷൻ എങ്ങനെ കാണുക? ഏത് ക്വാണ്ടിറ്റി ആയിക്കോട്ടെ. അപ്പോൾ വോളിയം കിട്ടി. ഇനി ഡെൻസിറ്റി ആണെങ്കിൽ എങ്ങനെ എഴുതണം? ഡെൻസിറ്റി ഇങ്ങനെ എഴുതാം. എന്താ ഇതിൻ്റെ അർത്ഥം? ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ. എങ്ങനെയാണ് ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ കിട്ടുക? ഡെൻസിറ്റി റോ എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. റോ ഈക്വൽ ടു മാസ് ബൈ വോളിയം. ഈ ഇക്വേഷൻ അറിയാതെ പറ്റില്ല കേട്ടോ. മാസ് ബൈ വോളിയം. അപ്പോൾ മാസ് നമുക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ മാസിൻ്റെ ഡയമെൻഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. M ആണ് ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ സ്ക്വയറിൽ. ബൈ വോളിയം ഇത് ഇപ്പം കിട്ടും. വോളിയം എത്രയാ? L3. അപ്പോൾ എത്രയാണ് ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ? ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് M/L3 പവർ മോളിൽ പോകണം. നമ്മൾ ഇങ്ങനെ എഴുതുകയുള്ളൂ, ബൈ എന്ന് എഴുതാറില്ല. ഡയമെൻഷനിൽ നമ്മൾ ഒറ്റ ലൈനിൽ എഴുതുകയുള്ളൂ. P/Q അഥവാ A/B ഫോമിൽ എഴുതില്ല. അപ്പോൾ L⁻3 അടിയിലുണ്ടായിരുന്നത് മേലെ പോയപ്പം -3 ആയി. അപ്പോൾ എന്താണ് ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ വരിക? ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ എങ്ങനെ എഴുതാം? mL⁻³ കിട്ടിയോ? അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഡയമെൻഷൻ കണക്കാക്കുകയും എഴുതുകയും ചെയ്യുക. ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റിയും ഇതുപോലെ നമുക്ക് ഡയമെൻഷൻസ് കാണാനായിട്ട് സാധിക്കും. ഓക്കെ.